ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മാംഗോ കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഓവനൊന്നും ഇല്ലാതെയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 നുള്ളുപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഞാനിവിടെ 3 തവണ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് 3 തവണ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് മറ്റൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം കേട്ടോ എടുക്കാനായിട്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മാംഗോ എസൻസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ മുട്ട നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല പ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ടൈം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം അധികം നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 നുള്ള് യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജെൽ കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഒരുപാട് കുത്തി ഇളക്കാതെ വേണം കേട്ടോ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറിൽ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ട് 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുത്തതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. കണ്ടോ, കേക്ക് നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. ഇനി നമുക്കിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ക്രീം ബീറ്റ് ചെയ്യുന്ന ബൗളും വിസ്കും ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താണ് കേട്ടോ. അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് പൊടിച്ച പഞ്ചസാര 4 ടേബിൾ സ്പൂൺ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. പിന്നെ മാംഗോ എസൻസ് 1 നുള്ള്, പിന്നെ യെല്ലോ കളർ 1 നുള്ള്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നല്ല സ്റ്റിഫ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഞാനിവിടെ കേക്കിൻ്റെ ലെയറിൽ ചേർത്ത് കൊടുക്കാനായിട്ട് മാംഗോൻ്റെ ക്രഷാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഇവിടെ എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു ടേൺ ടേബിളിൻ്റെ പുറത്ത് ഒരു കേക്ക് ബേസ് എടുത്ത് വെക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മാംഗോൻ്റെ ക്രഷ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടും ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് ക്രീം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാംഗോൻ്റെ ക്രഷ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ക്രം കോട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇത് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ബാക്കിയുള്ള ക്രീം തേച്ചിട്ട് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചൂടാക്കിയ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. പിന്നെ യെല്ലോ കളർ ഒരു നുള്ള് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും 1 നുള്ള് മാംഗോ എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിലേക്ക് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിന് മുകളിൽ ടേൺ ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കേക്ക് വെച്ചിട്ട് നമുക്ക് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചതിന് ശേഷം നമുക്കിത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇനി പൈപ്പിംഗ് ബാഗിൽ സ്റ്റാർ നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.